ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബെർലിൻ്റെ ഏറ്റവും പ്രശസ്തമായ നടപ്പാതയിലൂടെയാണ്. ഇതാണ് ബെർലിനിലെ ബ്രാൻഡൻബർഗ് ഗേറ്റ്. 1700കളുടെ അവസാനം പ്രഷ്യൻ രാജാവായ ഫ്രെഡറിക് വില്യം രണ്ടാമൻ പുരാതന ഏതൻസിലെ കവാടങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരു കവാടം പണിയാൻ തീരുമാനിച്ചു. അതാണ് ഇന്നത്തെ ബ്രാൻഡൻബർഗ് ഗേറ്റ്. കവാടത്തിൻ്റെ മുകളിൽ 4 കുതിരകൾ വലിക്കുന്ന രഥമുണ്ട്. ഗോഡസ് ഓഫ് വിക്ടറി, ക്വാഡ്രിഗ, വിജയത്തിൻ്റെ ദേവത എന്ന് 1806 നെപ്പോളിയൻ ബെർലിനെ കീഴടക്കിയപ്പോൾ അവർ വിജയം പ്രഘോഷിച്ച് ഗേറ്റിലൂടെ കടന്നു പോവുകയും ഈ ഗോഡ്രിഗ കുതിരയെ പാരീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 8 വർഷത്തിന് ശേഷം 1814 നെപ്പോളിയനെ തോൽപ്പിച്ച പ്രഷ്യൻ സൈന്യം രാജാവ് ഫെഡറിക് മൂന്നാമൻ്റെ നിർദ്ദേശപ്രകാരം ക്വാഡ്രിഗയെ തിരികെ ബെർലിനിൽ എത്തിക്കുകയും വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി രഥത്തിന് മുകളിൽ പ്രഷ്യൻ കഴുകനെയും ഇരുമ്പ് ക്രോസും ചേർക്കുകയും ചെയ്തു. പിന്നീട് ശീതയുദ്ധകാലത്ത് ഈസ്റ്റ് ബെർലിൻ്റെയും വെസ്റ്റ് ബെർലിൻ്റെയും ഇടയിൽ ബ്രാൻഡൻബർഗ് ഗേറ്റ് ഒരു നോമാൻസ് ലാൻഡായി നിലകൊണ്ടു. ആരും കടന്നു പോകാത്ത സ്ഥലം. 1989 ബെർലിൻ മതിലിടിഞ്ഞപ്പോൾ ആയിരങ്ങൾ ഇവിടെ കൂടുകയും പിന്നീട് ഇത് സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കവാടമായി തീരുകയും ചെയ്തു. ഇന്നിത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. അതിനാൽ തന്നെ നിരവധി ആഘോഷങ്ങൾ, സംഗീത പരിപാടികൾ, നിരവധി ക്യാമ്പയിനുകൾ എന്നിവയ്ക്ക് ഈ കവാടം സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ബെർലിനിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ. ബ്രാൻഡൻബർഗ് ഗേറ്റിൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിൽ മരിച്ച ജൂതന്മാർക്ക് വേണ്ടിയുള്ള സ്മാരകമാണ്. പുറത്ത് നടക്കാൻ തുടങ്ങുമ്പോൾ ബ്ലോക്കുകൾ ചെറുതാണ്, പക്ഷെ അകത്തേക്ക് നിലം താഴ്ത്തി ചുറ്റുമുള്ള ബ്ലോക്കുകൾക്ക് നീളം കൂടി വരുന്നു. അടിച്ചമർത്തലിൻ്റെ ഒരു ഭാവമെന്ന് ഒക്കെയാണ് എനിക്കിതിനെ തോന്നുന്നത്. 2711 കോൺക്രീറ്റ് ബ്ലോക്കുകൾ വ്യത്യസ്ത ഉയരങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സ്മാരകം. ഇവയുടെ ആർക്കിടെക്ചർ എന്താണ് ഇങ്ങനെയെന്ന് നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു ചോദ്യമുണ്ടാവും. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പീറ്റർ ഐസ്മാൻ എന്ന ഒരു ആർക്കിടെക്ചറാണ്. അദ്ദേഹവും ഇതിൻ്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന ഓരോരുത്തരും അവരുടെ മനസ്സിൻ്റെ വികാരത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയം. ഇത് ദിവസം 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടുള്ള ഒരു മെമ്മോറിയലാണ്. ബെർലിൻ ടിയർ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സ്മാരകമാണിത്. നാസി ഭരണകാലത്ത് യൂറോപ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട സിന്ധി, റോമ ജനവിഭാഗങ്ങളോടുള്ള ആദരസൂചകമായി നിർമ്മിച്ച സ്മാരകം. ഒരു ചെറിയ കുളവും കല്ലുകളും കൊണ്ട് നിർമ്മിച്ചതാണിത്. നാസി ഭരണകാലത്ത് റോമയിലെ കൊല ചെയ്യപ്പെട്ട നിസ്സഹായരായ മനുഷ്യരെയും ഭീകരമായ ആ കാലഘട്ടത്തെയും ഈ സ്മാരകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാസി ഭരണകാലത്തെ ക്രൂരതകൾ വിവരിക്കുന്ന ഡോക്യുമെൻ്ററിയും കൊല ചെയ്യപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള രേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് ബുണ്ടസ്ടാഗ്, ജർമ്മൻ പാർലമെൻ്റ് ആണ്. ജർമ്മൻ ജനാധിപത്യത്തിൻ്റെ ഹൃദയമായാണ് ഈ ഒരു കെട്ടിടത്തെ കാണുന്നത്. 1894 പണികഴിപ്പിച്ച ബിൽഡിംഗ് ആണ്. ദെം ദ്വൈറ്റ്സൻ വോൾക്കെ, ജർമ്മൻ ജനതയ്ക്കായി എന്ന് ആദരസൂചകമായി ഇതിൻ്റെ മുകളിൽ കൊത്തിവെച്ചത് 1916 1933 തീപിടുത്തത്തിൽ ഇതിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ഈ ഒരു ബിൽഡിംഗ് 2ാം ലോക മഹായുദ്ധകാലത്ത് തകർക്കപ്പെട്ടിരുന്നു. പിന്നീട് 1990 ഈസ്റ്റ് വെസ്റ്റ് ജർമ്മനി ഒന്നായപ്പോഴാണ് ഇതിൻ്റെ പുനരുദ്ധാരണം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ആർക്കിടെക്ചർ ആയിരുന്ന നോർമൻ ഫോസ്റ്റർ ആണ് ഇതിന് പുതിയ രൂപം നൽകിയത്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇതിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഗ്ലാസ് ഡോം. ഈ ഡോം ജനാധിപത്യത്തിൻ്റെ സുതാര്യതയെ സൂചിപ്പിക്കുന്നു.
1999 മുതൽ ജർമ്മൻ പാർലമെന്റ് ആസ്ഥാനമായി ഇത് പ്രവർത്തിച്ചു വരുന്നു. യൂഫൈ ഉബാനെടുത്ത് സിറ്റി ലൈബ്രറിയിലേക്കാണ് പിന്നീട് ഞാൻ പോയത്. ബെർലിനിലെ ഓരോ വായനക്കാരൻ്റെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരിടം. നഗരത്തിൻ്റെ തിരക്കുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത് പോലെ അനുഭവപ്പെടുന്ന അന്തരീക്ഷം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ബെർലിൻ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ലൈബ്രറി സംവിധാനവും രണ്ടായി പിരിഞ്ഞു. ബെർലിനിൽ ബെർലിൻ സ്റ്റാഡ് ബിബ്ലിയോതെക് സിറ്റി ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു. അതേസമയം വെസ്റ്റ് ബെർലിനിൽ അമേരിക്കൻ ജനതയുടെ ഉദാരമായ സംഭാവനകളോടെ അമേരിക്ക ഗേഡങ്ക് ബിബ്ലിയോതെക് എന്ന പേരിൽ ഒരു വലിയ ലൈബ്രറി ഉയർന്നു. 1948-49 ബെർലിൻ ഉപരോധത്തിനു ശേഷം ജർമ്മൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത്. അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു വിളക്ക് മാടമായി അത് നിലകൊണ്ടു. ബെർലിൻ വാൾ തകർക്കപ്പെട്ടതോടെ ഈ രണ്ട് വലിയ ലൈബ്രറികളും ഒരുമിച്ച് ചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സെൻട്രൽ ലാൻഡ്സ് ബിബ്ലിയോതെക് എന്ന സ്ഥാപനം രൂപം കൊണ്ടത്. വിഭജിക്കപ്പെട്ട ഒരു നഗരത്തിൻ്റെ പുനരേകീകരണത്തിൻ്റെ കഥ കൂടിയായിരുന്നു ഇത്. പിന്നീട് ഞങ്ങൾ എത്തിയത് നോയ് വാഷെ എന്ന ഒരു കെട്ടിടത്തിലേക്കാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പുതിയ കാവൽപ്പുര എന്നാണ് ഈ വാക്കിനർത്ഥം. 1816-18 പ്രഷ്യൻ രാജാവായിരുന്ന ഫെഡറിക് മൂന്നാമൻ്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ വാസ്തുശില്പി കാൾ ഫെഡറിക് ആണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. ഫ്രഞ്ചുകാർക്കെതിരെയുള്ള വിമോചന യുദ്ധത്തിൽ വിജയിച്ച പ്രഷ്യൻ സൈന്യത്തിൻ്റെ സ്മരണ നിലനിർത്താനും രാജകീയ കൊട്ടാരത്തിൻ്റെ കാവൽപ്പുരയാക്കാനും വേണ്ടിയായിരുന്നു ഇത് നിർമ്മിച്ചത്. പിന്നീട് ഈ കെട്ടിടം ചരിത്രത്തിൻ്റെ പല വഴിത്തിരിവുകൾക്ക് സാക്ഷിയായി. ജർമ്മൻ ശില്പിയായ കാതെ കോൾവിറ്റ്സ് നിർമ്മിച്ച മദർ വിത്ത് ഹെർ ഡെഡ് സൺ എന്ന ശില്പമാണിത്. തൻ്റെ മരിച്ച മകനെ വാരി പുണർന്നിരിക്കുന്ന ഒരമ്മയുടെ ശില്പം. യുദ്ധം വരുത്തിവെച്ച ദുരന്തങ്ങൾ ലോകത്തിനെ മുഴുവൻ ഓർമ്മപ്പെടുത്തുന്നു. 1931 ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി ഈ സ്മാരകം മാറി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. യുദ്ധാനന്തരം ഈസ്റ്റ് ജർമ്മനി സർക്കാർ ഇതിനെ ഫാസിസത്തിൻ്റെയും സൈനിക ആധിപത്യത്തിൻ്റെയും സ്മാരകമാക്കി മാറ്റി. 1993 ജർമ്മനി ഒന്നായപ്പോൾ ഇത് യുദ്ധത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഇരകൾക്കുള്ള ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ കേന്ദ്ര സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇതാണ് ബെർലിൻ സ്പ്രീ നദി. ജർമ്മനിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ലുസാസ്റ്റിയൻ ഹൈലാൻഡ്സിൽ നിന്ന് ഉത്ഭവിച്ച് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇതിൻ്റെ തുടക്കം. ഏകദേശം 400 കിലോമീറ്റർ ബെർലിൻ നഗരത്തിലൂടെ സഞ്ചരിച്ച് ഹാവൽ എന്ന നദിയിൽ ഇത് പതിക്കുന്നു. ബെർലിൻ്റെ ഹൃദയഭാഗത്ത് സ്പ്രീ നദിക്കരയിൽ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ കെട്ടിടമാണ് ബെർലിൻ കത്തീഡ്രൽ. ഇവിടെ ആദ്യമായി ഒരു ദേവാലയം പണിതത് 15-ാം നൂറ്റാണ്ടിലാണ്. അന്നത് വളരെ ലളിതമായ ഒരു കൊട്ടാര ചാപ്പൽ മാത്രമായിരുന്നു. പിന്നീട് പ്രഷ്യൻ രാജവംശമായ ഹോഹൻസോളൻ ഡൈനാസ്റ്റിയുടെ കോടതി പള്ളിയായി ഇത് മാറി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജർമ്മൻ ചക്രവർത്തിയായിരുന്ന വില്യം രണ്ടാമൻ ഈ ചെറിയ പള്ളി ബെർലിന് യോജിച്ചതല്ലെന്ന് തീരുമാനിക്കുകയും റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്ക പോലെ ശക്തമായ ഒരു പ്രൊട്ടസ്റ്റന്റ് ദേവാലയം നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ 1894-നും 1905-നും ഇടയിൽ ജൂലിയസ് റാഷ്ഡോഫ് എന്ന വാസ്തുശില്പിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ ബെർലിൻ കത്തീഡ്രൽ നിർമ്മിക്കപ്പെട്ടു. നിയോ റൊമാൻറ്റിക് ബാരോക്ക് ശൈലിയുടെ മിശ്രണമായിരുന്നു ഈ കെട്ടിടം. ഇതിൻ്റെ ഡോം ആണ് ഏറ്റവും ശ്രദ്ധേയമായത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1944 ഒരു ബോംബ് ആക്രമണത്തിൽ കത്തീഡ്രലിന് കേടുപാടുകൾ സംഭവിച്ചു. ഡോം തകരുകയും ഉൾവശം പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു. 1975 ഇത് പുനർനിർമ്മാണം ആരംഭിച്ചു. 2002 ഇതിൻ്റെ പണികൾ പൂർണ്ണമാവുകയും ചെയ്തു. പേര് ബെർലിൻ കത്തീഡ്രൽ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു കത്തീഡ്രൽ അല്ല. ഒരു കത്തീഡ്രൽ ആകണമെങ്കിൽ ബിഷപ്പിൻ്റെ ഇരിപ്പിടം അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ ഇതൊരു ഇടവക പള്ളി മാത്രമാണ്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് റെഡ് സിറ്റി ഹാൾ. 1861 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്.
ബെർലിൻ നഗരത്തിൻ്റെ ഭരണകേന്ദ്രമായിട്ടാണ് ഇത് സ്ഥാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ കെട്ടിടം വലിയ രീതിയിൽ തകർക്കപ്പെട്ടിരുന്നു. യുദ്ധത്തിന് ശേഷം കിഴക്കൻ ജർമ്മനിയുടെ ഭരണകൂടമാണ് ഇത് പുനർനിർമ്മിച്ചത്. 1991 ജർമ്മനി ഏകീകരിച്ചതിന് ശേഷം ബെർലിൻ നഗരത്തിൻ്റെ ഔദ്യോഗിക സിറ്റി ഹാൾ എന്ന പദവി ഇതിന് ലഭിച്ചു. റെഡ് സിറ്റി ഹാളിന് മുന്നിലായി കാണപ്പെടുന്ന നെപ്റ്റ്യൂൺ ഫൗണ്ടെയിൻ 1891 ബെർലിൻ നഗരം കൈസർ വില്യം രണ്ടാമന് നൽകിയ സമ്മാനമാണ്. ആദ്യം ബെർലിൻ പാലസിന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ഫൗണ്ടെയിൻ രണ്ടാം മഹായുദ്ധത്തിൽ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഫൗണ്ടെയിൻ്റെ പല ഭാഗങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും 1969 സിറ്റി ഹാളിന് മുന്നിൽ പുനർസ്ഥാപിക്കുകയും ചെയ്തു. ഈ ഫൗണ്ടെയിൻ നടുവിലുള്ള പ്രതിമ റോമൻ കടൽ ദൈവമായ നെപ്റ്റ്യൂണും അദ്ദേഹത്തെ ചുറ്റി നിർമ്മിച്ചിരിക്കുന്ന 4 സ്ത്രീ രൂപങ്ങൾ ജർമ്മനിയിലെ പ്രധാന നദികളായ റൈൻ, എൽബെ, വിസ്റ്റുള, ഓഡോർ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു കാലത്ത് ബെർലിൻ്റെ ആകാശത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ബെർലിൻ റേഡിയോ ടവർ. ഈ ഇരുമ്പ് ഗോപുരം ബെർലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ലാൻഡ്മാർക്കായി ഇപ്പോഴും നിലകൊള്ളുന്നു. 1926 നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ടവർ ജർമ്മനിയിലെ ആദ്യത്തെ റേഡിയോ ട്രാൻസ്മിഷൻ ടവറുകളിലൊന്നാണ്. ലോകത്തെ ആദ്യത്തെ പൊതു റേഡിയോ പ്രക്ഷേപണങ്ങൾ നടത്തിയതും ഇവിടെ നിന്നാണ്. 1924 ബെർലിനിൽ നടന്ന ആദ്യത്തെ ഗ്രേറ്റ് ജർമ്മൻ റേഡിയോ എക്സിബിഷനോട് അനുബന്ധിച്ചാണ് ഇത് നിർമ്മിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബോംബാക്രമണത്തിൽ ഈ ടവറിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നാലും അതിൻ്റെ അടിസ്ഥാനപരമായ ഘടനയ്ക്ക് കാര്യമായ തകരാറുകൾ ഉണ്ടായില്ല. 1962 പുതിയ ടവർ നിർമ്മിക്കുന്നതുവരെ ബെർലിനിലെ പ്രധാന ടെലിവിഷൻ പ്രക്ഷേപണങ്ങൾ ഈ ടവർ വഴിയാണ് നടത്തിയിരുന്നത്. ബെർലിൻ നഗരത്തിൻ്റെ ഹൃദയഭാഗമായ അലക്സാണ്ടർ പ്ലാസയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിലൊന്നാണ് ഈ മനോഹരമായ ഘടികാരം. 1969 കിഴക്കൻ ജർമ്മൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഘടികാരം ബെർലിൻ്റെ ആഗോള കാഴ്ചപ്പാടും സാങ്കേതിക മുന്നേറ്റങ്ങളും ലോകത്തെ അറിയിക്കുന്നു. 1989 ജർമ്മൻ മതിൽ തകർന്ന് ജർമ്മനി ഏകീകരിക്കപ്പെട്ടപ്പോഴും കിഴക്കൻ ജർമ്മനിയുടെ നിർമ്മിതിയായിട്ടും അത് പൊളിച്ചു മാറ്റാതെ സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് ഇതൊരു സംരക്ഷിത സ്മാരകമാണ്. എറിക് ജോൺ എന്ന ആളാണ് ഘടികാരം രൂപകൽപ്പന ചെയ്തത്. ലോകത്തിലെ ഓരോ ടൈം സോണിലെയും പ്രധാന നഗരങ്ങളുടെ പേരുകൾ ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ബെർലിനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മീറ്റിംഗ് പോയിന്റ് കൂടിയാണ് ഇത്. Dein Herz will dich ganz nicht nur enthalten, er kennt deinen Schmerz